ദ്വാരപാലക ശില്പത്തിൻ്റെ വിഷയം വരണേൻ്റെ ഒരു 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ ശബരിമല ഡോറിൻ്റെ അടിയിൽ സ്വർണ്ണവാതിൻ്റെ അടിയിൽ ചെമ്പിൻ്റെ ഒരു പാളി വെച്ചിട്ടുണ്ടോ എലി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഡോർ വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഡോറായിട്ട് ബന്ധമൊന്നുമില്ല. അന്ന് ഇത് ഞാൻ ചാനലിൽ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തോന്നുന്നു ചാനലിൽ വന്നത്. അന്ന് രാത്രി വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദകുമാർ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല, അതിൽ മുള്ളാനെ അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി വിളിച്ച കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ ആൾ വെച്ചു. അതായത് ഏത് സാഹചര്യത്തിൽ ഈ പുതിയ വാതിൽ നിർമ്മിക്കുന്നത് എന്നാന്ന് വല്ലതും പറഞ്ഞത്? അത് അന്ന് കേട് വന്നിട്ടാണ്. അതിൻ്റെ എലി കിടക്കുന്നുണ്ടായിരുന്നു ആ ഡോറിൽ, മരം കേട് വന്നിട്ട്. അദ്ദേഹം ഈ അവസാനം വീണ്ടും വിളിച്ചു, അതായത് കഴിഞ്ഞ വർഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ താങ്കൾ വിളിച്ചു പറഞ്ഞു, അതിനുശേഷം പിന്നെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞ കാര്യം ചോദിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്, നന്ദകുമാരെ ഞാൻ വിളിച്ചതിൽ അസ്വാഭാവികതയൊന്നുമില്ല, അതിൻ്റെ ഇടയിൽ നിങ്ങൾ മുള്ളാനെ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിന് കൂടുതലൊന്നും പറയാതെ വെക്കുകയും ചെയ്തു. അപ്പം തന്നെ വെച്ചു. അതായത് ഇപ്പൊ ഈ സംശയിക്കുന്നുണ്ട്, അതായത് ഈ ചെമ്പുപാളി വച്ചിരുന്നു എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് താങ്കളെ പെടുത്താനൊരു ശ്രമം നടന്നതാണോ? അല്ല, എന്നെ പെടുത്തേണ്ട കാര്യമില്ലല്ലോ, ഞാൻ മരമായിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. എന്നെ പെടുത്താൻ ഒരു അർത്ഥത്തിലാൾക്ക് പറ്റില്ല. എന്താ വെച്ചാൽ ഞാൻ മരത്തിൻ്റെ പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാ വർക്കുകളും ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞതിന് ശേഷമുള്ള ഇതേ കണ്ടിട്ടുള്ളൂ. ചെമ്പ് പൊതിഞ്ഞിട്ടുള്ള അടക്കം വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ്. അതായത് ഈ സാധാരണ നമ്മൾ ഇളവള്ളിയിലാണ് ഈ നിർമ്മാണമല്ല, ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെ വെച്ച് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ അല്ല, നമ്മൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാവുന്നുള്ളൂ. ചെയ്യാവുന്നുണ്ടായിരുന്നു. അതായത് ഈ ബാംഗ്ലൂരിൽ നിന്ന് ഡോർ ചെയ്തതിന് ശേഷം പിന്നീട് ശബരിമല കൊണ്ടുപോയി അത് ഇണക്കി നോക്കി വീണ്ടും തിരിച്ചു കൊണ്ടുപോയി. ഉണ്ട്. അതെങ്ങനെയായിരുന്നു? അത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ചെന്നൈയിലാണ്. എവിടെ സ്ഥലം എനിക്കറിയില്ല, അതൊക്കെ ഇപ്പോൾ വന്നപ്പോഴാണ് എനിക്കറിയണത്. ഡോർ അവിടെ വെച്ച് ചെയ്തു, ബാംഗ്ലൂർ വെച്ച് ചെയ്തു. അത് ഇയാൾ മുമ്പ് അവിടെ പൂജ ചെയ്തിരുന്നതാണ് പറയണത്, ഈ ശ്രീരാമപുരത്ത് അമ്പലത്തിൽ. അവിടെ വെച്ചിട്ട് ചെയ്യണം എന്ന് നിർബന്ധം പറഞ്ഞിട്ട് അവിടെ ഞങ്ങളൊരാഴ്ച ഉണ്ടാവുന്നു അവിടെ. അപ്പൊ അന്ന് ഈ പോലീസിന്റെ ഒക്കെ അനുമതിയൊക്കെ ആരായിരുന്നു എടുത്തു തന്നത്? അത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ മറ്റേ ശബരിമല എന്താ പറയുക, ഈ അവരുടെ സമരം ഉണ്ടായില്ലേ, സ്ത്രീ പ്രവേശനം, ആ പ്രവേശനത്തിൻ്റെ ഡേറ്റ് അന്നത്തെ 1-ാം തീയതി, ആ നട തുറക്കണ 1-ാം തീയതി, അന്ന് അതിൻ്റെ തലേദിവസം ഞങ്ങൾ പോയത്. അപ്പോൾ ഭയങ്കര പോലീസ് സെക്യൂരിറ്റി ആവുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, അവിടെ പോലീസിന് വരെ അടി കിട്ടിയെടുക്കുകയാണ്, ഞങ്ങളോട് അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ തൽക്കാലം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇറന്നിട്ട് ആ സ്ഥലം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം വന്നിട്ട് പോയത്. എന്നിട്ട് പഴയ വാതിൽ ഊരിയെടുത്തിട്ടാണ് അളവൊക്കെ എടുത്തത്. എന്നിട്ട് അത് അതുമ്പോൾ തന്നെ കൊളത്തിട്ടു. തന്ത്രിയൊക്കെ ഉണ്ട് തോന്നുന്നു, പിന്നെ ഈ മുരാരി ബാബു അവരൊക്കെ ഉണ്ട്.